പനാമ കനാലിന്റെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രസ്താവിച്ചിരിക്കുകയാണ്. ഇത് അമേരിക്കയും ചൈനയും തമ്മിൽ നേർക്കുനേരെ ഒരു യുദ്ധമുണ്ടാവാനുള്ള സാധ്യത പോലും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയാണ്. കഴിഞ്ഞ ദിവസമാണ് പനാമ കനാലുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു കൃത്യമായിരിക്കുന്ന നിലപാട് അമേരിക്കക്കുണ്ട് എന്നുള്ളതും അത് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു എന്ന തരത്തിലുമാണ് ജോ ബൈഡന്റേതായിരിക്കുന്ന പ്രസ്താവന പുറത്തു വന്നത്. കുഴപ്പക്കാരുടെ കയ്യിൽ ഇതിന്റെ നിയന്ത്രണം തങ്ങളെ ഏൽപ്പിക്കുകയില്ല, അതുകൊണ്ട് നിയന്ത്രണം തങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നുണ്ട്. പനാമ കരാർ എന്ന് പറഞ്ഞാൽ, പനാമ കനാൽ എന്ന് പറഞ്ഞാൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പസഫിക് സമുദ്രവുമായി ബന്ധപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട കനാലാണ്. 81 കിലോമീറ്ററാണ് ഇതിന്റെ വൈദൂരം കണക്കാക്കുന്നത്. ഫ്രാൻസിന്റെ കൈവശത്തിലായിരുന്നു ഒരു കാലത്ത് ഉണ്ടായിരുന്നത്. ഫ്രാൻസ് അത് ഉപേക്ഷിച്ച സമയത്ത് അമേരിക്ക അത് നിർമ്മാണം ഏറ്റെടുക്കുകയും 1999 പനാമ ഗവൺമെന്റിന് അമേരിക്ക അത് വിട്ടു നൽകുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. അപ്പോൾ പനാമ സർക്കാരിന്റെ അധീനതയിലുള്ള ആ പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും വലിയ വിഷയങ്ങളില്ലാത്ത രീതിയിൽ അതങ്ങനെ നടന്നു പോവുകയായിരുന്നു. ഇപ്പൊ പറയുന്ന കാര്യം, ആ മേഖലയിലൂടെ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ ആ മേഖലയുമായി ബന്ധപ്പെട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലുകൾക്ക് ഉയർന്ന തരത്തിൽ നിരക്ക് പനാമ സർക്കാർ വാങ്ങുന്നുണ്ട്. അത് കരാർ വ്യവസ്ഥക്ക് 1999 അമേരിക്കയും പനാമ സർക്കാരും തമ്മിലുണ്ടാക്കിയ കരാർ വ്യവസ്ഥക്ക് ലംഘനമാണ്. അതുകൊണ്ട് തങ്ങൾ എന്ത് ചെയ്യും, പനാമയുടെ ആ മേഖല തന്നെ പിടിച്ചെടുക്കും എന്ന തരത്തിലാണ്. അതിന് പനാമയുടെ പ്രസിഡന്റ് വൊലീനോ അതിന് മറുപടി കൃത്യമായി പറഞ്ഞ് തങ്ങളുടെ രാജ്യത്തെ വിലപേശാൻ വേണ്ടി ഒരു രാജ്യത്തെയും അനുവദിക്കുകയില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നതും ലക്ഷ്യം വെക്കുന്നതും ചൈനയാണ്. എന്നാൽ ചൈന ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പറയപ്പെട്ട പനാമ കനാലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബന്ധവുമില്ല. ഇത് പൂർണ്ണമായിരിക്കുന്ന നിയന്ത്രണം തങ്ങളുടെ പനാമ സർക്കാരിന്റെ കൈവശത്തിലാണ് എന്നുള്ള കാര്യമാണ് അതിന് മറുപടിയായിട്ട് വൊലീനോ പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും യഥാർത്ഥത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയല്ല. കാര്യം എന്ന് പറഞ്ഞാൽ കടലിടുക്കുമായി ബന്ധപ്പെട്ട് വലിയ താല്പര്യം എല്ലാ കാലത്തും അമേരിക്കക്കുണ്ട്. അത് നമുക്ക് ചെങ്കടലിലെ വിഷയമായിട്ട് ബന്ധപ്പെട്ടും അറബിക്കടലിൽ ഇതിന്റെ മുമ്പുണ്ടായിരിക്കുന്ന വിവാദവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ നമുക്കത് അറിയാവുന്നതാണ്. ഇപ്പോൾ ഈ കടലുമായി ബന്ധപ്പെട്ടും അവർ പറയാനുള്ള കാരണം, ഈ കടൽ ഇടുക്കുമായി ബന്ധപ്പെട്ട് നിയന്ത്രണം ഉണ്ടായിക്കഴിഞ്ഞാൽ യുദ്ധസാമഗ്രികളൊക്കെ കൃത്യമായിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. വളരെ എളുപ്പത്തിൽ എന്നുള്ളതും വളരെ ലാഭത്തിൽ എന്നുള്ളതും അതിൽ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു മുഖ്യമായിരിക്കുന്ന ശത്രുവായ അമേരിക്കയുടേത് ചൈന തന്നെയാണ് അവർ കാണുന്നത്. ഏത് തരത്തിലാണ് അമേരിക്കയുമായിട്ട് ഉടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. ചൈനയും അമേരിക്കയും തമ്മിൽ അങ്ങനെ ഉടക്കുകയും ഒരു യുദ്ധം ഉണ്ടാകുന്ന സാഹചര്യം വന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ക്ഷീണം ഈ വിഷയമായിട്ട് ഉണ്ടാവും. അതുകൊണ്ട് ഏതെങ്കിലും ചെറിയ നിസ്സാരമായിരിക്കുന്ന ഒരു വിഷയം കിട്ടുന്ന സമയത്ത് പോലും അത് ഊതിപ്പെരിപ്പിച്ചുകൊണ്ട് വ്രണമാക്കുകയും അതോടൊപ്പം തന്നെ ആവശ്യത്തിനും ആവശ്യമില്ലാതെയും വിഷയത്തിൽ ഇടപെടുകയും ചെയ്യുക എന്നുള്ള അമേരിക്ക സാധാരണ ചെയ്യുന്നതാണ്. ഇതിൽ രണ്ട് കാര്യങ്ങൾ ഇതിനോടനുബന്ധിച്ച് പറയുന്നുണ്ട്. അതിലൊന്ന്, പനാമ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയ്ക്ക് ഉക്രൈനുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ ഫലസ്തീനും ഇറാനുമായിട്ട് ബന്ധപ്പെട്ടോ ഒരു സഹകരണവും ഒരു സഹായം നൽകാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം വരും. അതുകൊണ്ട് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന രീതിയിലാണ് അമേരിക്ക ഇതിനെ തന്ത്രപരമായ രീതിയിൽ ഉപയോഗിക്കുന്നത് എന്ന തരത്തിലാണ്. സിറിയ വീണ സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇറാനും അതോടൊപ്പം തന്നെ റഷ്യക്കും സാധിക്കാത്തതിന്റെ കാരണം റഷ്യ ഉക്രൈനിൽ കുടുങ്ങിക്കിടക്കുന്നു, ഇറാനാണെങ്കിൽ ഫലസ്തീനിൽ കുടുങ്ങിക്കിടക്കുന്നു. അപ്പൊ രണ്ട് രാജ്യവും രണ്ട് യുദ്ധത്തെ കൃത്യമായ രീതിയിൽ അഭിമുഖീകരിക്കുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ സിറിയയിൽ ഒരു വലിയ യുദ്ധം ഉണ്ടാവാതെ ഒത്തത് എന്നുള്ളതും അത് തങ്ങളുടെ വിജയമാണ് എന്ന് അമേരിക്ക അത് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്, ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും. സമാനമായി ചൈനയെ ഒതുക്കാൻ എന്തെങ്കിലും തന്ത്രങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ആലോചിക്കുന്നതിനിടയിലാണ് പനാമയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അവരിപ്പോൾ എടുത്തുവിരിക്കുന്നത്. അവർ പറയുന്നു, ഉയർന്ന നിരക്ക് കപ്പലുകളിൽ നിന്ന് പനാമ സർക്കാർ വാങ്ങും. അതിന് പനാമ സർക്കാർ മറുപടി നൽകുന്നത് തങ്ങളുടെ രാജ്യത്തെ വില പേശാൻ വേണ്ടി ഒരു അമേരിക്കക്കാരെയും സമ്മതിക്കുകയില്ല. വളരെ കൃത്യമായിരിക്കുന്ന പണം മാത്രമാണ് വാങ്ങുന്നത്. അത് സർക്കാരിന്റെ അറിവോട് കൂടിയാണ്. അതിൽ എന്തെങ്കിലും മാറ്റത്തിരുത്തുകൾ വേണമെങ്കിൽ അത് സർക്കാർ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. മറ്റൊരു രാജ്യത്തിന്റെ സഹായം ഈ കാര്യത്തിൽ ആവശ്യമില്ല. 1999 ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ടും കരാർ വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ടും എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പം മീഡിയയിലൊക്കെ സജീവമാണെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും.
ഏതൊക്കെയാണ് അതിൻ്റെ ഉടമ്പടി, എന്തൊക്കെയാണ് കരാറ്, പുതുക്കി നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പുതുതായിരിക്കുന്ന ആ കാലത്ത് തന്നെ എന്തെങ്കിലും വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ. ഏതായിരുന്നാലും പനാമ സർക്കാരുമായി ബന്ധപ്പെട്ട അവരുടെ ഭൂപ്രദേശത്തിന്റെ ഭാഗമാണ് എന്നതിനാൽ അമേരിക്കക്ക് വല്ലാതൊന്നും ഇടപെടാൻ അതിലില്ല എന്നുള്ളതാണ് ഏറെക്കുറെ മനസ്സിലാക്കുന്ന കാര്യം. എന്നാൽ ചൈനയെ ഒരു വലിയ വിഷയത്തിലേക്ക് എടുത്തിടാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രപരമായിരിക്കുന്ന നീക്കം ജോ ബൈഡൻ നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്നും വ്യാഖ്യാനിക്കുന്നത്. അതിന്റെ കാര്യം, ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെടലുകൾ നടത്തി കഴിഞ്ഞാൽ പിന്നീട് ഈ യുദ്ധത്തിന് വളരെ എളുപ്പം സാധിക്കും. അതായത് ഉക്രൈനിൽ വിജയിക്കുക എന്നുള്ളത് ഉക്രൈൻ എന്ന് പറയുന്ന സർക്കാരിനേക്കാളേറെ അമേരിക്കയുടെ ആവശ്യമാണ്. അത് യൂറോപ്യൻ യൂണിയന്റെ മുമ്പിൽ അമേരിക്കക്ക് അവരുടേതായിരിക്കുന്ന ഒരു അഭിമാനവും അസ്തിത്വം കിട്ടണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? റഷ്യ പരാജയപ്പെടണം. പക്ഷേ റഷ്യ പരാജയപ്പെടുന്നതിന് കൊല്ലം മൂന്നാമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഫെബ്രുവരി മാസമാവുന്നതോടുകൂടി 3 കൊല്ലം പൂർത്തിയാവാൻ പോവുകയാണ് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിൽ. നേരെ ഇവിടേക്ക് വരുന്ന സമയത്ത് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ പറ്റി സംസാരിക്കുന്ന സമയത്ത് അവിടെ ഇസ്രായേലിന്റെ വിജയം അനിവാര്യമാണ്. മിഡിൽ ഈസ്റ്റിലുള്ള വലിയ സ്വാധീനം അമേരിക്കക്ക് ഉണ്ടാവുന്നത് മുഴുവൻ യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ആ മേഖല വിജയിച്ച് കിട്ടണമെങ്കിൽ, ആ മേഖലയിൽ വലിയ രീതിയിലുള്ള സ്വാധീനം അമേരിക്കക്ക് ഉണ്ടാവണമെങ്കിൽ ഇസ്രായേൽ വിജയിക്കണം. ആ യുദ്ധത്തിൽ ഇസ്രായേൽ വിജയിക്കുന്നില്ല. 1 കൊല്ലം 3 മാസവുമായി യുദ്ധം തുടങ്ങിയിട്ട് ഒരു വലിയ മുന്നേറ്റം ഉണ്ടായി എന്ന് പറയാൻ ഒന്നും കാണാത്തതിൻ്റെ ഒരു നിരാശ യഥാർത്ഥത്തിൽ ഇസ്രായേലിനുണ്ട്. പല ഘട്ടങ്ങളിലും വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് UN സഭയിലൊക്കെ പരാജയപ്പെടുത്തുകയും ഇസ്രായേലിന് പിന്തുണ നൽകുകയും ചെയ്തിട്ട് പോലും യഥാർത്ഥത്തിൽ അവർക്ക് വിജയിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വലിയ നാണക്കേടായി നിലനിൽക്കുകയാണ്. അപ്പോൾ അതോടനുബന്ധിച്ചാണ് ഈ പനാമ കനാലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അമേരിക്ക എടുത്തിടുന്നത്. അതിൽ അധികാരങ്ങളും അവകാശങ്ങളും തങ്ങൾക്കൊണ്ട്, തങ്ങളത് പിടിച്ചെടുക്കുമെന്ന് പറയുന്നതോടുകൂടി ചൈന ഏറെക്കുറെ ഇതിന് പ്രതികരിക്കാൻ വേണ്ടി വരും. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സൈനിക സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവരും ഒരു യുദ്ധത്തിന്റെ ഭാഗമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതിനിടയിൽ യഥാർത്ഥത്തിൽ ഈ 2 ഭാഗത്തിലുള്ള യുദ്ധം വിജയിച്ചെടുക്കാൻ സാധിക്കും എന്ന് ജോ ബൈഡൻ കണക്ക് കൂട്ടിയതിന്റെ അടിസ്ഥാനത്തിലും ജനുവരി മാസത്തിൽ, അത് തൊട്ടടുത്ത മാസം വരാൻ പോകുന്ന ട്രംപിന്റെ അധികാരത്തിന് മുൻപ് ഏതെങ്കിലും തരത്തിൽ യുദ്ധം അവസാനിപ്പിച്ച് അഭിമാനം നിലനിർത്തണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെയും ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ പനാമ കരാറുമായി ബന്ധപ്പെട്ട, അല്ലെ പനാമ കനാലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ അമേരിക്ക എടുത്തിട്ടത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.